ഹലോ മക്കൾസ്, IF ആണ് ഏകണ്ണ്. എടാ, നമ്മളെ എക്സാമിനേഷനിൽ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കാറില്ലേ? അതിൽ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ നമ്മുടെ +1 സുവോളജിയിലുള്ള 3 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? നിങ്ങൾ റെഡിയല്ലേ? സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ചോദ്യം? നമ്മുടെ എക്സാമിനേഷനിൽ എപ്പോഴും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അത് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടല്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നും, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഗ്രാഫ് കിട്ടൂലേ, ആ ഗ്രാഫിന്റെ പേര് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. 3 ഇലക്ട്രിക്കൽ ലെഡ് നമ്മൾ റൈറ്റ് റിസ്റ്റിലും ലെഫ്റ്റ് ആംഗിളിലും പ്ലേസ് ചെയ്യലല്ലേ സ്റ്റാൻഡേർഡ് ECGന്റെ കേസിൽ. സോ ECGന്റെ ഡയഗ്രാം നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് representation of ECG. ലാബിൽ PQRST in graph. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് PQRST ലാബിൽ ചെയ്യാനല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വേവ് അല്ലേടാ P വേവ്, ഇതല്ലേ QRS കോംപ്ലക്സ് QRS. അപ്പൊ നമ്മൾ പേപ്പറിലേക്ക് ഈ ഗ്രാഫ് എടുത്ത് എഴുതിയിട്ട് നമ്മൾ ഓരോ വേവും അല്ലേ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും. സോ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയില്ലേ. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വാട്ട് ഡസ് T വേവ് റെപ്രസെന്റ്? നമുക്കറിയാം P വേവ് റെപ്രസെന്റ് എന്താ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് T വേവ് റെപ്രസെന്റ് അല്ലേ? T വേവ് റെപ്രസെന്റ് വെൻട്രിക്കുലർ റിലാക്സേഷനിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് വെൻട്രിക്കുലർ റിലാക്സേഷൻ, റീപോളറൈസേഷൻ. റിലാക്സേഷന്റെ വേറെ പേര് റീപോളറൈസേഷൻ അല്ലേ? അവർ വീണ്ടും പോളറൈസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നു, റെസ്റ്റിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. നമ്മൾ എക്സാമിന് P വേവ് ചോദിക്കുകയാണെങ്കിലോ ദാറ്റ് ഈസ് ഏട്രിയൽ കോൺട്രാക്ഷൻ, ദാറ്റ് ഈസ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഇനി QRS കോംപ്ലക്സ് ആണ് ചോദിക്കുന്നതെങ്കിലോ ദാറ്റ് ഈസ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ആണ്. നോട്ട് ചെയ്തോട്ടോ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാഫ് തന്നെയാണിത്. X ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും Y ആക്സിസിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി ആണ് ഈ ഗ്രാഫ് മെൻഷൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡെപിക്റ്റഡ് ബൈ ദിസ് ഗ്രാഫ്? എന്താണ് ഇതിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലെ? ഇത് ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് മനസ്സിലായി? ദിസ് ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് അല്ലെ? ചിലപ്പം ഇതിന് ഷേപ്പ് ചോദിക്കാറുണ്ട്. ഇതിന് ഷേപ്പ് ചോദിച്ചാൽ S ഷേപ്പ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ കർവിന് എന്ത് വിളിക്കാം? സിഗ്മോയിഡ് കർവ് എന്ന് വിളിക്കാം. റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. ദാറ്റ് ഈസ് ഡിസോസിയേഷൻ ഫാക്ടർ അല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഡിസോസിയേഷൻ ഡൈവേഴ്സ് ആകും. എപ്പോഴാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനിൽ നിന്ന് ഡൈവേഴ്സ് ആകുക? അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴാ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പം, അല്ലെങ്കിലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുമ്പം, ഇല്ലെങ്കിലോ ചൂടാവുന്ന സമയത്ത്. ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഡൈവോഴ്സ് ആണെന്ന് വിചാരിക്കല്ലേ? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ? അതുപോലെ H+ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ഡിസോസിയേഷൻ ഫാക്ടർ ആണ്. ഗ്രാഫിന്റെ ആൾട്രേഷൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും, അകൽച്ച പാലിക്കും. ഓക്സിജൻ ഹീമോഗ്ലോബിൽ നിന്നും അകൽച്ച പാലിക്കും. ഓക്കെ, ഇനി ആൾട്ടർ ചെയ്യാത്ത അസോസിയേഷൻ ഫാക്ടർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരിക അല്ലെ? ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ PO2 കൂടണം, ടെമ്പറേച്ചർ കുറയണം, H+ കുറയണം. നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അതും എന്റെ മക്കൾ മാർക്ക് ചെയ്യണം, നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ എന്താണ് അടുത്ത സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? എന്താണ് ഈ ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ? ഇറ്റ് ഷോസ്, ഈ ഗ്രാഫ് എന്ത് മെൻഷൻ ചെയ്യുന്നു? ഇറ്റ് ഷോസ് അഫിനിറ്റി ഓഫ് ഓക്സിജൻ ടുവേർഡ്സ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനോട് ഓക്സിജനോട് അല്ലെ, ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റിയെ കാണിക്കുന്നു. എങ്ങാനും ഈ ഫാക്ടേഴ്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെ, അതായത് ഈ ഷേപ്പിൽ നിന്നും ഒന്ന് ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ, താഴോട്ടേക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അല്ലെ, അത് ഡിസോസിയേഷൻ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാലും ഷേപ്പ് ഒക്കെ എന്ത് തന്നെയാണ്? സിഗ്മോയിഡ് കർവ് തന്നെയാണ്. ബട്ട് അവർക്ക് ചില PO2 കുറഞ്ഞു, ടെമ്പറേച്ചർ കൂടി, H+ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജൻ അകൽച്ച പാലിക്കുന്നു. സോ ഇറ്റ് ഷോസ് അഫിനിറ്റി ഓഫ് ഓക്സിജൻ ടുവേർഡ്സ് ഹീമോഗ്ലോബിൻ. സെറ്റ് അല്ലേടാ? ഓക്കെ, അതിന്റെ ഷേപ്പ് മറന്നു പോരുതേ, സിഗ്മോയിഡ് കർവ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എൻസൈമിന്റെ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൂവൻസ് കോൾഡ് കോഫാക്ടേഴ്സ് ആർ ബൗണ്ട് ടു ദ എൻസൈം ടു മേക്ക് ഇറ്റ് കാറ്റലിറ്റിക്കലി ആക്റ്റീവ്. നോൺ പ്രോട്ടീനെ കോഫാക്ടേഴ്സ് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നെയിം ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് എൻസൈം. എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷന് നമ്മൾ എന്താണ് വിളിക്കുക? അപ്പോ എൻസൈം എന്നല്ലേ വിളിക്കുക. അപ്പൊ 1 മാർക്കായല്ലോ അല്ലെ? 3 മാർക്കിന്റെ ചോദ്യമല്ലേ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ കറ്റാലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം ഇഫ് കോഫാക്ടർ ഈസ് റിമൂവ്ഡ്? കോഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ കറ്റാലിറ്റിക് ആക്ടിവിറ്റി എന്താവും? ലോസ്റ്റ് ആവും, നശിച്ചു പോവില്ലേ? കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്തായി പോവും?
ലോസ്റ്റ് ആയി പോവും, നശിച്ചു പോവും. അതല്ലേ നമുക്ക് ആൻസർ പറയാൻ പറ്റുക. മെൻഷൻ എനി 2 കൈൻഡ് ഓഫ് കോഫാക്ടേഴ്സ്. നമ്മൾ 3 കൈൻഡ് കോഫാക്ടേഴ്സ് പഠിക്കുന്നില്ലേ? കോ എൻസൈംസ് ഉണ്ട്, മെറ്റൽ അയോൺസ് ഉണ്ട്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് 2 എഴുതാൻ പറഞ്ഞു. ദാറ്റ് ഈസ് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് നമുക്ക് എഴുതാം. പിന്നെ Zn2+ ഒക്കെ വരുന്ന മെറ്റൽ അയോൺസും വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ കോ എൻസൈംസും പറയാം. 3 കൈൻഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ 2 കൈൻഡ്സ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആനിമൽ കിങ്ഡത്തിന് എന്തായാലും ഒരു 3-4 ചോദ്യം നമുക്ക് അല്ലെ എക്സാമിന് ചോദിക്കും, ഷുവർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇവിടെ ഓരോ മിസ്സായിട്ടുള്ള പാർട്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ആരെ ക്ലാസിഫിക്കേഷൻ ആണ്? ഇത് വെർട്ടിബ്രേറ്റ്സിൻ്റെതല്ലേ? നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചതല്ലേ? സോ വെർട്ടിബ്രേറ്റ്സ് എഴുതണം. അപ്പൊ എ എന്താണ് വരിക? എ നമുക്ക് വെർട്ടിബ്രേറ്റ് ആണെന്ന് എഴുതിക്കൂടെ? വെർട്ടിബ്രേറ്റ് ജോ അല്ലെ, വിത്തൗട്ട് ജോയും വിത്ത് ജോസും ഇല്ലേ? അല്ലേ? അതായത് ജോ ഇല്ലാത്തവരെ നമ്മൾ ഏനാത്ത എന്ന് വിളിക്കുന്നു. ഏനാത്ത വിത്തൗട്ട് ജോ, ദാറ്റ് ഈസ് അതിന് എക്സാമ്പിൾ ആണ് സൈക്ലോസ്റ്റൊമാറ്റ. ജോ ഉള്ള ആൾക്കാരെ വിത്ത് ബേസ്, ദാറ്റ് ഈസ് നാത്തോസ്റ്റൊമാറ്റ. അതിനെ സൂപ്പർ ക്ലാസ്സസ് ആയിട്ട് 2 സൂപ്പർ ക്ലാസ്സിൽ ഏതൊക്കെയാ? ഒന്ന് മീനിന്റെ വിഭാഗം, ദാറ്റ് ഈസ് സി, പൈസസ്. കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും അല്ലേ? അപ്പൊ ഡിയിൽ എന്ത് വരും? കോൺട്രിക്ടൈസ് വരും. കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസുമാണ്. ടെട്രാപോഡാന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? റെപ്റ്റീലിയ, ഏപ്സ്, ബേർഡ്സ്, പിന്നെ നമ്മൾ മാമൽസ്, പിന്നെ ആരും വരും? കരയിലും വെള്ളത്തിലൊക്കെ ഒരേപോലെ ജീവിക്കുന്ന ജീവികളുണ്ട്, ആംഫീബിയ. അപ്പൊ ഈ ആംഫീബിയ വരും, ഇവിടെ മാമൽസ് വരും. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചെടുത്തതല്ലേ? സോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. സോ അതേ ആനിമൽ കിങ്ഡത്തിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ. സോ നമ്മളിവിടെ നോക്കിയാൽ ഒരു സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് അല്ലേ ഇത്? സോ ഐഡന്റിഫൈ ദെയർ ക്ലാസ്. അപ്പോൾ കോളിയോഡോണൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇത് കോൺട്രിക്ടൈസ് ആണ്, കോൺട്രിക്ടൈസ്. അപ്പൊ ഇത് കട്ട്ലയാണ്, കട്ട്ല മീനാണ്. കട്ട്ല മീൻ ഏതിലാ വരിക? ഓസ്റ്റിക്ടൈസിലാ വരിക, ഓസ്റ്റിക്ടൈസ്. എന്താ അടുത്ത ചോദ്യം? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 2 ക്ലാസസ്. ഈ അതായത് റൈറ്റ് എനി 2 ഡിഫറൻസ് എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം കോൺട്രിക്ടൈസ് സി അല്ലേടാ? കോൺട്രിക്ടൈസ് സി അല്ല, അത് ട്രിക്കാണ്. അപ്പൊ സി വെച്ചിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. പക്ഷെ ഇവരോ ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ എന്നർത്ഥം. ഓസ്റ്റിക്ടൈസ് ദാറ്റ് ഈസ് ബോണി ആണ്, ബോണി എൻഡോസ്കെലട്ടൺ ആണ് അല്ലെ? ബീക്കുള്ള ഉത്തരമായി ഞാൻ പറയുന്നത്. എന്താ അടുത്ത ഡിഫറൻസ്? ഇവർക്ക് ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്, ഗിൽ സ്ലിറ്റ്സിന്റെ സെപ്പറേഷൻ അല്ലെ? ദാറ്റ് ഈസ് അതുപോലെ എയർ ബ്ലാഡറും ആബ്സെന്റ് ആണ്. അതുകൊണ്ട് അവർക്ക് ത്രൂ ഔട്ട് അല്ലെ അവർ സിമ്മ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, ഇവിടെ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ഇതേ കോൺട്രിക്ടൈസ് ഓസ്റ്റിക്ടൈസ് നമുക്ക് 3 മാർക്കിന് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതേണ്ടി വരില്ലേ? ഈ 2 പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്താ? ഇവിടെ ഓപ്പർക്കുലം ഇവിടെ പ്രസന്റാ, സോറി ഇവിടെ ആബ്സെന്റ്, ഓപ്പർക്കുലം ആബ്സെന്റ്, ഇവിടെ ഓപ്പർക്കുലം പ്രസന്റ്. അതുപോലെ ഇതില് വിവി പാരസ് ആണ് ഇവര്. മെനി ഓഫ് ദം ആർ വിവി പാരസും ഇതില് OV പാരസ് എന്നൊക്കെ പറയാറുണ്ട്. ആ വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? ഇത് കോർഡിനേറ്റിന്റെ ഇതിൽ നമ്മൾ പഠിച്ചതല്ലേ ഈ ഡയഗ്രാം? സോ ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. വാട്ട് ഈസ് എക്സ്? എന്താണ് എക്സ്? ഇത് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അല്ലേ? ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആണ് എക്സ്. വൈ എന്താ? അത് വാലിന്റെ ഭാഗമല്ലേ? ദാറ്റ് ഈസ് പോസ്റ്റ് ഏനൽ പാർട്ട്, പോസ്റ്റീരിയർ സൈഡിലുള്ള വാല്, ദാറ്റ് ഈസ് പോസ്റ്റ് ഏനൽ പാർട്ട് ആണ് വൈ. അപ്പൊ എക്സും വൈയും എന്താ നമ്മൾ കണ്ടെത്തിയില്ലേ? റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ കോർഡേറ്റ് എന്ന് വിളിക്കാൻ കാരണം? നോട്ടോ കോഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നോൺ കോർഡേറ്റ്സോ? നോട്ടോ കോഡ് ആബ്സെന്റ് ആണ്. എന്താ അടുത്ത വ്യത്യാസം? ഒന്നും ബൈഹാർട്ട് ആക്കാതിരിക്കാൻ നമ്മൾ കോർഡേറ്റ് അല്ലേ? നോട്ടോ കോഡ് പിന്നെ വെർട്ടിബ്രൽ കോളം റീപ്ലേസ് ചെയ്യുന്നതല്ലേ? നമ്മളെ ഹാർട്ടിന്റെ പൊസിഷൻ നോക്ക്, വെൻട്രലാണ്, ഫ്രണ്ട് സൈഡിലല്ലേ? അപ്പൊ നോൺ കോർഡേറ്റ്സിന്റെതോ ഡോർസൽ സൈഡിലാണ്. നമുക്ക് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സിന്റെ പ്രസൻസ് അവർക്കില്ല. അതുപോലെ പോസ്റ്റ് ഏനൽ പാർട്ട് കോർഡേറ്റ്സിനുണ്ട്, ഇവർക്കില്ല. ഇതൊക്കെ വ്യത്യാസമാണ്. സോ ഇതാണ് നമ്മളെ ബിക്കുള്ള ആൻസർ. നമ്മളെ NCERT തന്നെയുള്ള പോയിന്റ്സ് അല്ലേ ഇത്? നമുക്ക് നോട്ടോ കോഡ് ഉണ്ട്, അതുപോലെ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, ഹാർട്ട് വെൻട്രൽ ആണ്, പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസന്റ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോൺ കോർഡേറ്റ്സിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് 3 മാർക്കിന് തന്നെ ഡിഫറൻസ് ചോദിച്ചാൽ നമ്മൾ മിനിമം ഇതൊക്കെ എഴുതേണ്ടി വരും. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇത് ഡോർസൽ സൈഡ് ആണ്, ഇവരത് വെൻട്രൽ സൈഡ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന ഡിഫറൻസുകളാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആനിമൽ കിങ്ഡത്തിന്. അതേപോലെ ഇങ്ങനെ ഒരു ഡയഗ്രാം ആണ് ചോദിക്കുന്നതെങ്കിലോ ഐഡന്റിഫൈ ബി ആൻഡ് സി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എയും ബിയും സിയും ഞാൻ പറയാം. ഇവിടെ ക്യാവിറ്റിന്റെ പ്രസൻസ് ഉണ്ടല്ലോ. ക്യാവിറ്റി ഉണ്ടെങ്കിൽ ബോഡി ക്യാവിറ്റിക്ക് സീലോം എന്നല്ലേ വിളിക്കാം. അപ്പൊ ഇത് സീലോമേറ്റ് ആണ്. സ്കാറ്റേർഡ് പൗച്ചസ് ആയതുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ക്യാവിറ്റി ആണ്, ദാറ്റ് ഈസ് സ്യൂഡോസീലോമേറ്റ്. ഇവിടെ ബോഡി ക്യാവിറ്റിന്റെ പ്രസൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് അസീലോമേറ്റ് ആണ്.
അസീലോമേറ്റ് ആണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഡിഫറൻസ് ഇൻ ദി ബോഡി കാവിറ്റീസ് ഓഫ് എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ബോഡി കാവിറ്റിന്റെ ഡിഫറൻസ് എന്താന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ബിന്റെ ആൻസർ നിങ്ങൾ എന്താ ചെയ്താ? എന്താ ബോഡിക്കുള്ള ഡിഫറൻസ്? എ സീലോമേറ്റ് അല്ലേ? എയും ബിയും തമ്മിലല്ലേ ഇതിന്റെ. സോ ഇറ്റ് ഈസ് ലൈൻഡ്. എന്തുകൊണ്ടാണ് അവരെ സീലോമേറ്റ് എന്ന് വിളിക്കാൻ കാരണം? അവരെ എക്ടോഡോം എൻഡോഡോമിന്റെ ഇടയിൽ ഇറ്റ് ഈസ് ലൈൻഡ് ബൈ അനദർ ലെയർ കോൾഡ് മീസോഡോം. പക്ഷേ സ്യൂഡോ സീലോമേറ്റ് ആണെങ്കിലോ അല്ലേ പ്രസന്റ് ആ എക്ടോഡോം എൻഡോഡോമിന്റെ ഇടയിൽ എന്തില്ല? നോട്ട് ലൈൻഡ് ബൈ മീസോഡോം. മീസോഡോമിന്റെ ലെയർ അവിടെ കാണപ്പെടില്ല. പകരം എന്താ കാണാ? ഇൻസ്റ്റഡ് സ്കാറ്റേർഡ് പൗച്ചസ് ആണ് അവിടെ ഉണ്ടാവുക. സ്കാറ്റേർഡ് പൗച്ചസ് ആർ സീൻ അല്ലേ? അവിടെ ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് പൗച്ചസ് ആണ് കാണപ്പെടുക. മീസോഡോം ലെയർ അവിടെ കാണപ്പെടില്ല. പക്ഷെ ഇവർക്ക് മീസോഡോം ലെയർ ഉണ്ട്. അതാണ് ഡിഫറൻസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഗെയിൻ നമ്മളെ ബയോമോളിക്യൂൾസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. E+S ES EP E+P. എന്താ E? എൻസൈം. എന്താ S? സബ്സ്ട്രേറ്റ്. എന്താ P? പ്രോഡക്റ്റ് ആണ്. സോ വാട്ട് ഈസ് S ആൻഡ് P എന്നല്ലേ ചോദിച്ചത്? വാട്ട് ഈസ് S? സബ്സ്ട്രേറ്റ്. വാട്ട് ഈസ് P? പ്രോഡക്റ്റ് ആണ്. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷൻ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടർ. ഒന്ന് ടെമ്പറേച്ചർ ആൻഡ് PH പറയാം. NCERT ടെമ്പറേച്ചർ ഒന്നും PH ഒന്നും പറയാം അല്ലേ? അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് PH, അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. എൻസൈം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനും പറയാം. അപ്പൊ ടെമ്പറേച്ചറും PH ഒക്കെയാണ് എൻസൈം ആക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റിയത്. എന്താണ് അടുത്ത ചോദ്യം? വാട്ട് ഹാപ്പൻസ് ടു ദി എൻസൈം അറ്റ് ദ കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻസൈമിന് എന്താ സംഭവിക്കുക? ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. പഴയ അവസ്ഥയിലേക്ക് അവർ പോവും. ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അവരെ പഴയ സ്റ്റേറ്റിലേക്ക് അവർ പോകും റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അതല്ലേ ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അടുത്തത് നമ്മൾ NCERT ഒരു ബോക്സ് ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അല്ലേ? സോ ഞാൻ ജസ്റ്റ് മാച്ച് ചെയ്താൽ പോരെ? നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഓരോന്നിനെ നേരെ എടുത്ത് നിങ്ങൾ എഴുതണം കേട്ടോ. സാറ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ് ചെയ്യുന്ന പരിപാടിയാണല്ലേ? പക്ഷെ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ. കൊളാജൻ എന്താണ് കൊളാജൻ? വാട്ട് ഈസ് കൊളാജൻ? കൊളാജൻ എന്ന് വെച്ചാൽ ഒരു ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലേ? അപ്പൊ ഞാൻ ഇതിലേക്ക് കൊടുത്തു ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. ട്രിപ്സിൻ ഒരു എൻസൈം അല്ലേടാ? ട്രിപ്സിൻ എൻസൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ട്രിപ്സിൻ ഒരു എൻസൈം ആണ്. ഇൻസുലിൻ അല്ലേ? പാങ്ക്രിയാസിന്റെ ഹോർമോൺ അല്ലേ? പാങ്ക്രിയാസിന്റെ ഹോർമോൺ ആണ്. എന്താ ആന്റിബോഡി? ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇൻഫെക്ഷൻസിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്ന ആളല്ലേ? ദാറ്റ് ഈസ് ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. റിസപ്റ്റർ എന്താണ്? സെൻസറി റിസപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കൊടുക്കാം. GLUT4 എന്താണ്? ഇറ്റ് ഇനേബിൾസ് അല്ലേ ഗ്ലൂക്കോ ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെൽസ്. അതിനെ സഹായിക്കുന്ന ആളല്ലേ GLUT4. ദാറ്റ് ഈസ് ഇറ്റ് ഇനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെൽസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ആ ടേം വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോന്നിനെയും ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഗെയിൻ ബയോമോളിക്യൂൾസിൽ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ABCD. വാട്ട് ഈസ് എ? എന്താണ് എ? എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? നമ്മൾ ഓരോ നോക്കിക്കേ. ഇവിടെ H ആണ്, ഇവിടെ CH2OH ആണ്. നോക്കിക്കേ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ആൽക്കഹോളിന്റെ സ്ട്രക്ചർ അല്ലേ ഇത്? അതുപോലെ ഇത് നോക്കിക്കേ 1 2 3 4 അല്ലേ 5 C5 ആണ്. അപ്പൊ പെന്റോസ് ഷുഗർ ആണ് അതൊക്കെ. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ ആണ്. CH2OH വന്നാൽ എന്താണ്? സെറൈൻ ആണ്. ഈ 3 ഇത് ഓൾ അല്ലേ? ആൽക്കഹോൾ അല്ലേ? ദാറ്റ് ഈസ് ഗ്ലിസറോൾ ആണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും ഡി ഓപ്ഷൻ ഏതാണ്? പെന്റോസ് ഷുഗർ ആയതുകൊണ്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും റൈബോസ് ആണ് പെന്റോസ് ഷുഗർ അല്ലേ? നെയിം ദ കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് ബൈ ഫ്യൂഷൻ ഓഫ് 1 ഗ്ലിസറോൾ ആൻഡ് 3 ഫാറ്റി ആസിഡ്. ദാറ്റ് ഈസ് ട്രൈഗ്ലിസറോൾ. നമുക്ക് പറഞ്ഞൂടെ 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേടാ? ശരിയല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഗെയിൻ നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഹാർട്ട് മയോജനിക് ആണ്. സ്വന്തമായിട്ട് ഇമ്പൾസ് റെഗുലേറ്റ് ചെയ്യാൻ SA നോഡ് മതി. പേസ് മേക്കർ ഓഫ് ഹാർട്ട് ദാറ്റ് ഈസ് സൈനോ ഏട്രിയൽ നോഡ്. അതിന്റെ ലൊക്കേഷൻ ഒക്കെ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിലാണ്. ശരിയല്ലേ? അല്ലേ? നമ്മൾ ആ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ പഠിച്ചതല്ലേ? SA നോഡിൽ നിന്നും AV നോഡ് വഴി AV ബണ്ടിലേക്ക് എത്തും അല്ലേ? റൈറ്റ് AV ബണ്ടിൽ, ലെഫ്റ്റ് AV ബണ്ടിൽ ഉണ്ട്. പിന്നെ അത് പർക്കിഞ്ചി ഫൈബേഴ്സിലെത്തും. ഈ പർക്കിഞ്ചി ഫൈബർ AV ബണ്ടിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? ബണ്ടിൽ ഓഫീസ് എന്നൊക്കെ വിളിക്കാറില്ലേ? സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ നോഡൽ ടിഷ്യൂ A ആൻഡ് B. വാട്ട് ഈസ് A? റൈറ്റ് അപ്പർ കോർണറിൽ അതിന്റെ താഴെ AV നോഡാണ്. സോ A എന്താണ്? A എന്താണടാ? അപ്പൊ എന്റെ ആൻസർ നമുക്ക് എഴുതാം. A എന്ന് വെച്ചാൽ സൈനോ ഏട്രിയൽ നോഡ് അല്ലേ? SA നോഡ് സൈനോ ഏട്രിയൽ നോഡാണ്. B എന്ന് വെച്ചാലോ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡാണ്.
ദാറ്റ് ഈസ് AV നോഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്താ B ക്വസ്റ്റ്യൻ? വൈ A ഈസ് കോൾഡ് പേസ് മേക്കർ? എന്തുകൊണ്ടാണ് സൈനോ ഏട്രിയൽ നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇനീഷ്യേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെ, അവരല്ലേ ഇമ്പൾസ് കൊടുക്കുന്നത്. ഇറ്റ് ഇനീഷ്യേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ് ഏട്രിയൽ കോൺട്രാക്ഷൻ. ഏട്രിയത്തിന് ആദ്യമായിട്ട് കോൺട്രാക്ഷൻ അവർ ഇമ്പൾസ് കൊടുത്ത് സഹായിക്കുന്നു. അതുകൊണ്ട് അവർ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് സൈനോ ഏട്രിയൽ നോഡ്. എന്താണ് C ക്വസ്റ്റ്യൻ? എന്താണ് C ക്വസ്റ്റ്യൻ? വൈ ഹ്യൂമൻ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്? അല്ലേ, അത് എന്തുകൊണ്ടാ? ബിക്കോസ് ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് മെനി മസ്കുലാർ നോഡൽ ഫൈബേഴ്സ്. ഒരുപാട് മസ്കുലാർ പാച്ചസ്, മസ്കുലാർ നോഡൽ ഫൈബേഴ്സ് നമ്മളെ മസിൽസിലുണ്ട്. അതുകൊണ്ട് ഹാർട്ട് മയോജനിക് ആണ്. ദാറ്റ് ഈസ് SA നോടും AV നോടൊക്കെ അവിടെയാണ് ഇമ്പൾസ് റെഗുലേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബ്രെയിനും ഇമ്പൾസ് ഹാർട്ടിലേക്ക് വർക്ക് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹാർട്ടിന് സ്വന്തമായിട്ട് ഇമ്പൾസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് ഹാർട്ട് OCS ഓർഗൻ കെയർ സിസ്റ്റം ഉണ്ട്. OCS ഹാർട്ടിന്റെ ബോക്സ് അല്ലെ, ആ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്തിട്ട് ഹാർട്ട് മാത്രം എടുത്തിട്ട് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രെയിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അയാൾ ആവശ്യമില്ല, ആളുടെ പേഷ്യന്റിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഹാർട്ട് ഈസ് മയോജനിക്. സ്വന്തമായിട്ട് ഇമ്പൾസ് അവർ തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നമ്മുടെ 3 മാർക്കിന്റെ ലാസ്റ്റ് ചോദ്യം നമുക്ക് കിടക്കുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് PO2 ആൻഡ് PCO2 ഇൻ ദി ആൽവിയോളാർ കാവിറ്റി? ഓക്കെ, ആൽവിയോളാർ കാവിറ്റിയിൽ നമുക്കറിയാം എത്രയാണ് ആൽവിയോളാർ കാവിറ്റിയിൽ PO2. ആൽവിയോളയിൽ PO2 അറ്റ്മോസ്ഫിയറിൽ 159 അല്ലേ, ആൽവിയോളയിൽ 104 ആണ്. PCO2 വളരെ കുറവാണ്, 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അതിന്റെ യൂണിറ്റും നിങ്ങൾ എഴുതണം, അപ്പോഴല്ലേ അത് പരിപൂർണ്ണ ഒരു ഉത്തരമായിട്ട് മാറുക. നെയിം ദ 3 layers ത്രൂ വിച്ച് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ഇൻ ആൽവിയോളൈ. അതിന്റെ 3 ലെയേഴ്സിന്റെ പേര് ദാറ്റ് ഈസ് റെസ്പിറേറ്ററി മെംബ്രെയിൻ, സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ അല്ലേ. ഒന്നാമത്തെ മെംബ്രെയിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. അടുത്തതോ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. അടുത്തതോ ബേസ്മെന്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് ടു സബ്സ്റ്റൻസ്, ബേസ്മെന്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് ടു സബ്സ്റ്റൻസ്. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത ചോദ്യം? നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം ഹയർ പ്രഷർ ഗ്രേഡിയന്റ് ടു ലോവർ പ്രഷർ ഗ്രേഡിയന്റ്. പ്രഷർ കൂടിയ സ്ഥലത്ത് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ ഗ്യാസ് സഞ്ചരിക്കുക. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിഫ്യൂഷൻ എന്നല്ലടാ വിളിക്കുക, സിമ്പിൾ ഡിഫ്യൂഷൻ. ആ ബയോളജിക്കൽ പ്രോസസ്സ് നമ്മൾ എന്താ വിളിക്കുക? ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കാറ്. നമ്മളെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നമുക്ക് അധികവും 1 മാർക്ക് 2 മാർക്കിന്റെ ചോദ്യമാണ് ആ ചാപ്റ്റർ നമുക്ക് ചോദിക്കാറ്. സോ സെറ്റ് അല്ലേടാ? സോ നമ്മളെ ചാപ്റ്റേഴ്സിൽ 3 മാർക്കിന്റെ ചോദ്യം ഏത് ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചെടുത്തില്ലേ? സോ നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാമിന് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാം നിങ്ങൾ പഠിച്ചത് മാത്രമേ, ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങൾ പഠിച്ചത് മാത്രമേ ആ എക്സാമിന് ചോദിക്കൂ എന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾ ലൈക്കും ചെയ്യുക, നിങ്ങളെ കമന്റും ചെയ്യുക. നിങ്ങളെ വിലയേറിയ ഓരോ കമന്റും നമ്മൾ സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം. സോ നമുക്ക് കാണാം.